വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായ ഇരവികുളം ദേശീയോദ്യാനം വീണ്ടും തുറന്നു. വരയാടുകളുടെ പ്രജനനകാലത്തോടനുബന്ധിച്ച് 2 മാസത്തേക്ക് പാർക്ക് അടച്ചിട്ടിരിക്കുകയായിരുന്നു. മധ്യവേനലവധി ആരംഭിച്ചതോടെ മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഉദ്യാനം തുറക്കുകകൂടി ചെയ്തതോടെ സഞ്ചാരികളുടെ തിരക്കിനിയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വരയാടുകളുടെ പ്രജനനകാലവുമായി ബന്ധപ്പെട്ട് 2 മാസങ്ങൾക്ക് മുൻപ് അടച്ച ദേവികുളം ദേശീയോദ്യാനമാണ് വീണ്ടും സന്ദർശകർക്കായി തുറന്നുകൊടുത്തത്. രാവിലെ 8 മുതൽ വൈകിട്ട് 4 വരെയാണ് സന്ദർശകർക്കുള്ള പ്രവേശന സമയം. ജനുവരി 31 മുതലായിരുന്നു ഉദ്യാനം അടച്ചത്. പുതുതായി പിറക്കുന്ന കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം വരയാടുകളുടെ പ്രജനനം സുഗമമായി നടക്കുന്നതിനുമായിട്ടാണ് എല്ലാ വർഷവും ഈ കാലയളവിൽ പാർക്ക് അടച്ചിടുന്നത്. ഉദ്യാനം തുറന്നതോടെ വരും ദിവസങ്ങളിൽ പുതിയതായി പിറന്ന വരയാട്ടിൻകുട്ടികളുടെ കണക്കെടുപ്പും നടത്തും. കണക്കെടുപ്പ് പൂർത്തിയാകുന്ന മുറയ്ക്ക് മാത്രമേ പുതിയതായി പിറന്ന വരയാടിൻ കുഞ്ഞുങ്ങളുടെ എണ്ണം സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. കഴിഞ്ഞ വർഷം 125ഓളം വരയാടിൻ കുഞ്ഞുങ്ങൾ പുതിയതായി പിറന്നിരുന്നു. അടച്ചിടലിന് ശേഷം ഉദ്യാനം തുറന്നതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സന്ദർശകരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.